ഹലോ ഡിയേഴ്സ്, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 9th ലാസ്റ്റ് ചാപ്റ്ററായിരുന്നു നിങ്ങൾ സൗണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഊഞ്ഞാലാട്ടവുമായി ബന്ധപ്പെട്ട് രണ്ട് കുട്ടികളും ടീച്ചറും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഊഞ്ഞാലാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എല്ലാവരും ഊഞ്ഞാലാടിയിട്ടുള്ളവരായിരിക്കും അല്ലേ? ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത്? ഒരാൾക്ക് ഒരു 10 ആട്ടോ 5 ആട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് പറയും, നിങ്ങൾ 5 ആട്ടം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കണം. അങ്ങനെയായിരിക്കും എല്ലാവരും ഊഞ്ഞാലാട്ടം പൂർത്തിയാക്കുന്നത് അല്ലേ? ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഊഞ്ഞാലാട്ടത്തിൽ എണ്ണലിൽ വന്ന ഒരു ചെറിയൊരു വ്യത്യാസം അത് ടീച്ചർ ഒന്ന് പരിഹരിക്കുകയാണ്. ഇവിടെ ആൺകുട്ടി പറയാണ്, ടീച്ചർ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇനി ഈ കുട്ടിയുടെ അടുത്ത് ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ഊഴമാണെന്ന്. അപ്പോൾ കുട്ടി പറയാണ്, ഇല്ല ടീച്ചർ 5 ആട്ടേ ആയിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ടീച്ചർ ഇതൊക്കെ ആണെങ്കിൽ കണ്ടു നിന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ടീച്ചർ പറയാണ്, ഇല്ല 5 ആട്ടാണല്ലോ ആയിട്ടുള്ളത് എന്ന് പറയാണ്. ഇവിടെ ഇപ്പോൾ ആൺകുട്ടി കൗണ്ട് ചെയ്തതിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് ഊഞ്ഞാലാട്ടം എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നത് ഏതു തരത്തിലുള്ളതാണെന്ന്. സർക്കുലർ ആണോ ഓസിലേറ്ററി ആണോ? ഇവിടെ സർക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നതിനെ പറയുന്നതാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഊഞ്ഞാൽ എന്തായാലും അങ്ങനെയല്ലല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓസിലേറ്ററി ആണ്. ഓസിലേഷൻ എന്താണെന്നതിനെ കുറിച്ചാണ് എന്നോട് താഴെ പറയാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദി സ്വിങ്. ഇവിടെ ഒരു ഊഞ്ഞാലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫ്രീ സ്റ്റേറ്റിനെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നും കൂടിയും പറയാം. അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു അവസ്ഥയിൽ നിന്നും അത് ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ആണോ ഒ ആണോ ബി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കത് പറയാം, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി ഇവിടെ ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് to and fro at regular intervals of time about its equilibrium position. ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും, അതായത് ഊഞ്ഞാലിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ഒ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും കൃത്യമായിട്ടുള്ള ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ആ ഒരു ചലനത്തെ പറയുന്നതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. In the figure, what is the maximum displacement to one side from the equilibrium position? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിത്രത്തിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ? 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യത്തെ പോയിന്റിൽ നിന്നും അവസാനത്തെ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു വശത്തേക്കുള്ള നീളമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ക്യാപിറ്റൽ എ വരെയുള്ള ആ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? സ്മോൾ ലെറ്റർ എ ആണ് തന്നിട്ടുള്ളത് അല്ലേ? തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് സ്മോൾ ലെറ്റർ എ ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബോക്സിലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവിനെ പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ സിംബൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് എ. സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത്. ദ SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മീറ്റർ. ഇനി ആംപ്ലിറ്റ്യൂഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ തന്നെയാണ്. വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഊഞ്ഞാൽ ഒരു ആട്ടം പൂർത്തിയാക്കുന്നത് എപ്പോഴാണെന്ന് ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O reaches A and returns to O. When the pendulum starts from O reaches A then to B and back to O. അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിലൊന്ന് പറഞ്ഞിട്ടുള്ളത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എയിലെത്തി തിരികെ ഒയിൽ എത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് തന്നിട്ടുള്ളത്. അടുത്ത സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത് ഒയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിൽ എത്തി തിരികെ ഒയിൽ എത്തുമ്പോൾ. ഞാൻ അതൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ.
ആദ്യത്തെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് ഓയിൽ നിന്നും തുടങ്ങിയിട്ട് എയിലെത്തി, അതിനുശേഷം എയിൽ നിന്നും തിരികെ ഓയിലേക്ക് എത്താം. അപ്പോൾ ഊഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമേ ആടുന്നുള്ളൂ അല്ലേ? രണ്ട് സൈഡിലേക്ക് ഊഞ്ഞാലാടില്ലേ? അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ അല്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് ഓയിൽ നിന്നും തുടങ്ങി എയിലെത്തി, എയിൽ നിന്നും ഓയിലെത്തി, അവിടെ നിന്നും ബിയിലെത്തി, തിരികെ ഓയിലേക്ക് വരാം. ഞാനിവിടെ 1, 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ സിറ്റുവേഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ടിക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം. A swing complete one oscillation when the pendulum starts from O, goes to both sides and returns to O. ഫിഗർ 1.1b. അതായത് ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് എപ്പോഴാണെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഊഞ്ഞാൽ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇരുവശങ്ങളിലേക്കും സഞ്ചരിച്ചതിന് ശേഷം തിരികെ ഓയിൽ എത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്. അതിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുള്ളത് 1.1b എന്ന് പറയുന്നത്. ഇനി 1.1c എന്താണോ? ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. An oscillation is completed when the body returns to its initial position in the same direction from where it started. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു വസ്തു ഏത് പോയിന്റിൽ നിന്നാണോ ചലിക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നും ചലിച്ചതിന് ശേഷം തിരികെ ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ 1.1c എന്ന് പറയുന്ന പിക്ചർ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ വസ്തു മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ചലിച്ച് അത് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അതിനുശേഷം തിരികെ ബിയിൽ നിന്നും എയിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ബി എന്ന് പറയുന്ന പിക്ചറിൽ എങ്ങനെയായിരുന്നു? ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് വശങ്ങളിലേക്കും ചലിച്ചതിന് ശേഷം അത് തിരികെ ഓയിലെത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്ററായിട്ട് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എ വേണമെങ്കിൽ എടുക്കാം, ബി വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സെൻറ്ററാണ് എടുക്കണമെങ്കിൽ രണ്ട് വശങ്ങളിലേക്ക് സഞ്ചരിച്ചതിന് ശേഷം സെൻറ്ററിൽ തന്നെ തിരിച്ചെത്തണം. അതല്ല ഏതെങ്കിലും ഒരു സൈഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് തന്നെ ചലിച്ചതിന് ശേഷം തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. What could be the reason that the number of oscillations counted by the child waiting for his turn to sing and the child on the sing were different? ഒരു ഊഞ്ഞാലാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തുടക്കത്തിലുള്ള സിറ്റുവേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് തൻ്റെ ഊഴം കാത്തുനിന്ന കുട്ടിയും ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ആ ഒരു ഓസിലേഷൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കുട്ടികളും എണ്ണിയതിലുള്ള ഒരു വ്യത്യാസം അല്ലേ? ആൺകുട്ടി എങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി തിരികെ ഓയിലേക്ക് വന്നപ്പോൾ 1 കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിനുശേഷം ഓയിൽ നിന്നും ബിയിലേക്ക് പോയി ബിയിൽ നിന്നും തിരികെ ഓയിലേക്ക് വന്നപ്പോൾ 2 കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ആ കുട്ടിക്ക് 10 ഓസിലേഷൻ കിട്ടിയത്. പക്ഷേ ശരിക്കും വരുന്നത് എത്രയായിരിക്കും? അത് 1 ആയിരിക്കും വരുന്നത് അല്ലേ? അതായത് രണ്ട് സൈഡിലേക്കും പോയിട്ട് വീണ്ടും ഓയിലേക്ക് തിരിച്ചെത്തുമ്പോൾ 1 കൗണ്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ കുട്ടി 2 കൗണ്ട് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്ക് 10 ഓസിലേഷൻ കിട്ടിയത്. ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യം? ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗീവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷന് കൂടുതൽ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. അതായത് ഇവിടെ പെൻഡുലം ക്ലോക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇത്. അപ്പോൾ അതിൻ്റെ പെൻഡുലം രണ്ട് സൈഡിലേക്ക് കൂടി സഞ്ചരിക്കും. അതായത് 9 മണി 10 മണി ആ ഒരു ടൈമുകളിലൊക്കെ ഇത് ഇങ്ങനെ അലാറം അടിക്കുന്നത് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓസിലേറ്ററി മോഷന് അതൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളടുത്ത് വേറെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ആഡ് ചെയ്യാം ഇതിലേക്ക്? 2-3 എക്സാമ്പിൾ ഞാൻ തരാം, ബാക്കിയുള്ളത് നിങ്ങൾ ആഡ് ചെയ്തോട്ടോ. സ്ട്രിങ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെൻ എക്സൈറ്റഡ്. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ സ്ട്രിങ്, അതായത് വീണ, വയലിൻ അതുപോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ചലനം. വിങ്സ് ഓഫ് ബേർഡ്സ് വെൻ ദേ ആർ ഫ്ലൈയിങ്. പിന്നെ ബേർഡ്സ് പറക്കുമ്പോൾ അവയുടെ ചിറകുകളുടെ ചലനം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈപ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളിലുള്ള വൈപ്പറുകളുടെ ചലനം. നെക്സ്റ്റ് നോക്കാം. ഹാവ് യു എവർ നോട്ടീസ്ഡ് ഹൗ മെനി ഓസിലേഷൻസ് ദ പെൻഡുലം ഇൻ എ ക്ലോക്ക് കംപ്ലീറ്റ്സ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 മിനിറ്റ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലോക്കിലെ പെൻഡുലം എത്ര ഓസിലേഷൻ പൂർത്തിയാക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയം മാറ്റം ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ. ഇഫ് എ പെൻഡുലം ടേക്സ് 1 മിനിറ്റ് ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ?
ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു 30 ഓസിലേഷന് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടൈം ഫോർ 30 ഓസിലേഷൻ, അതായത് 30 ഓസിലേഷന് ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കപ്പോൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 സെക്കൻഡാണ് എന്ത് 30 ഓസിലേഷന് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഫോർ 1 ഓസിലേഷൻ, ഒരു ഓസിലേഷൻ അപ്പോൾ എത്ര വേണം 60/30 അല്ലേ. അപ്പോൾ എന്ത് വരും 0 ക്യാൻസൽ ചെയ്ത് പോകും. 6ൽ 3 2 പ്രാവശ്യം 2 സെക്കൻഡാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട ടൈം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. 30 പേനയ്ക്ക് 60 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ 60/30 ചെയ്യും അല്ലേ. അപ്പോൾ 2 രൂപ, അതായത് ഒരു പേനയ്ക്ക് 2 രൂപ. ഇവിടെ അതുപോലെ തന്നെയാണ് 30 ഓസിലേഷന് 60 സെക്കൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷന് 60/30 ചെയ്താൽ മതി. അപ്പോൾ 2 സെക്കൻഡ് കിട്ടും. മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നോക്കാനുള്ളത് പീരീഡ് എന്താണെന്നുള്ളതാണ്. ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഇറ്റ്സ് സിമ്പിൾ ഈസ് ടി. SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ പീരീഡ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓസിലേഷന് ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ടി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ SI യൂണിറ്റ് ആണെന്ത് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെൻഡുലം തന്നെ എടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ്, അതായത് 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വരും 30/60, അതായത് മുകളിലത്തെ 0യും താഴത്തെ 0യും ക്യാൻസൽ ചെയ്ത് പോകും. 3/6 അല്ലേ, അതായത് 6ൽ 3 2 പ്രാവശ്യം. അപ്പോൾ താഴെയാണ് 2 എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ എന്താ 0.5, അതായത് ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് 0.5 ആണ്. 2 കാര്യം പറഞ്ഞു വന്നപ്പോൾ ഡൗട്ട് അടിച്ചോ ആർക്കെങ്കിലും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞത് ഒരു ഓസിലേഷന് 2 സെക്കൻഡ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടാവും? 1ൻ്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. അത്രയേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാലോ. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ എണ്ണത്തെ പറയുന്നതാണ് ഫ്രീക്വൻസി എന്ന്. ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെഡ്സ്. ഇനി ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. അത് സൂചിപ്പിക്കുന്നത് HZ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അതായത് ക്യാപിറ്റൽ ലെറ്റർ Hൻ്റെ താഴെ Z എഴുതണം. Hൻ്റെ ഒപ്പം തന്നെ Zനെ കയറ്റി എഴുതാൻ പാടില്ല. Hന് കുറച്ച് താഴെ സഫിക്സ് ആയിട്ട് വേണം Z എഴുതാൻ. അതിനാണ് നമ്മൾ പറയുന്നത് ഹെഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് F ആണ്, സ്മോൾ ലെറ്റർ F. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കണ്ടോ. അതായത് പീരീഡ് എന്താണെന്ന് പറഞ്ഞാലും ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.